ഇന്ന് നമ്മൾ കാണാൻ പോണത് ക്രാബിലെ ഔനാങ് ബീച്ചിൻ്റെ നൈറ്റ് വ്യൂ ആണ്. തായ്ലാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ക്രാബി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. രണ്ട്, തായ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഫുഡ് കോർട്ടുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കുറഞ്ഞ വിലക്ക്. ഇവിടെ പൊതുവേ ഫുഡിനൊക്കെ ഇപ്പോൾ 5 വർഷം ഞാൻ വന്നതിനെക്കാട്ടിലും 5 വർഷം മുമ്പ് ഞാൻ വന്നതിനെക്കാട്ടിലും നല്ല റേറ്റാണ് ഫുഡിന്. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഡ്രസ്സ് നമ്മളെ അത്യാവശ്യം നല്ലോണം അറുത്ത് വാങ്ങിയാലും നമ്മളെ നാട്ടിലുള്ളതിനെക്കാട്ടിലും ലാഭമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഒരുപാട് ഏരിയ ഉണ്ട് തായ്ലാൻഡിൽ. അതിൽ ഒരു സ്ഥലമാണ് ക്രാബി. ക്രാബിലും ഹട്ടിയായിലും 2 സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, ഡുവറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര വിലക്കുറവ്. പിന്നെ ക്രാബിനെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം ഇവിടുത്തെ ഷോപ്പുകളുടെ ഡിസൈനാണ്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല ഡിസൈനിങ്ങിൽ വളരെ അച്ചടക്കത്തോടു കൂടി നല്ല സൈലൻ്റായിട്ട് പിന്നെ നല്ല അറ്റ്മോസ്ഫിയറിലുള്ള ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത്. പൊതുവെ ബഹളങ്ങളൊക്കെ കുറവാണ്. പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പട്ടായ, ബാങ്കോക്ക് അവിടെയൊക്കെ ഭയങ്കര ബഹളമാണ്. നല്ല ആക്റ്റീവാണ്. പക്ഷേ അതും നമ്മൾ ചെല്ലണം കേട്ടോ. പക്ഷേ ഫാമിലി ആയിട്ട് വരുമ്പോൾ എപ്പോഴും ക്രാബിലേക്കാണ് നല്ലത്. കാരണം ഇവിടെയുള്ള അത്യാവശ്യം ശരീരഭാഗങ്ങളൊക്കെ പിന്നെ കവർ ചെയ്തിട്ടുള്ള നല്ല ഡ്രസ്സിങ്ങാണ്, നല്ല ഡീസൻ്റ് ആണെന്ന് പറയും. ഫാമിലി ആയിട്ട് തായ്ലാൻഡിൽ എവിടെയാണ് ടൂറ് പോകാൻ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന സ്ഥലം ക്രാബിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലൊന്നും പിന്നെ നമ്മൾ നാണം കെടൂല, കുറവായി പോവില്ല. അത്ര നല്ലൊരു സ്ഥലമാണ് ക്രാബി. കാരണം കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. ഷോപ്പുകളൊക്കെ നല്ല അടുത്തടുത്ത് നല്ല വൃത്തിക്ക് ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു വലിയൊരു മൈതാനത്തുള്ള പിന്നെ ഫുഡ് കോർട്ടും ഡ്രസ്സും ഒക്കെ വിൽക്കുന്ന പിന്നെ നൈറ്റ് മാർക്കറ്റിലേക്കാണ്, ഔനാങ് നൈറ്റ് മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇത് നൈറ്റ് മാർക്കറ്റിൻ്റെ ഉൾഭാഗമാണ്. രാത്രി ഏകദേശം ഒരു 12-1 മണി വരെയൊക്കെ ഇവിടെ നല്ലോണം കച്ചവടം നടക്കും. ഈ സ്ഥലം നിൽക്കുന്നത് ഇന്നലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ലോ. പിന്നെ ഔനാങ് ബീച്ചിൻ്റെ ഒരു സൈഡിൽ വന്ന് ഒരു ബസ് സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ഇറങ്ങില്ലേ, അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഈ സ്ഥലത്തേക്ക് വരാനുണ്ട്. പക്ഷേ നമ്മൾ നടന്നു വന്നാൽ മതി. ആ വരുന്ന 2-3 കിലോമീറ്ററും നല്ല ഷോപ്പും കാര്യമൊക്കെ ഉണ്ട്. കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഷോപ്പും കാര്യമൊന്നും ഇല്ലാത്തേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നല്ല വെളിച്ചവും ആൾക്കാരൊക്കെ നിൽക്കുന്ന പിന്നെ നല്ല ഏരിയ ആണ്. അവിടുന്ന് നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നാൽ ഒരു 3 കിലോമീറ്റർ നടന്നു വന്നാൽ നമുക്ക് ഈ ഔനാങ് നൈറ്റ് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്താം. ഈ 3 കിലോമീറ്റർ നടക്കാനുണ്ട് എന്നൊന്നും പറയുമ്പോൾ ആരും പേടിച്ചു കൊണ്ട. ഇത്ര 3 കിലോമീറ്റർ നടക്കുമെന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ശരിക്കും ആ റോഡിൻ്റെ സൈഡിലുള്ള ഷോപ്പും കാര്യങ്ങളും കച്ചവടങ്ങളൊക്കെ കണ്ട് ആ ഒരു ഇതിൽ നമ്മളെ മനസ്സിങ്ങനെ പോകും. അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഒന്നും നടന്നത് നമുക്കറിയാൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് ചോദിച്ചാൽ മതി, പിന്നെ ഔനാങ് ബീച്ചിൻ്റെ അടുത്തും ചോദിച്ചാൽ മതി നൈറ്റ് മാർക്കറ്റ് എവിടെയാണ്. വൈകുന്നേരം ഇവിടേക്ക് വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അപ്പോഴാണ് കച്ചവടവും കാര്യങ്ങളും കാണാനൊക്കെ നല്ല രസം, നല്ല ആക്റ്റീവ് ആകുക. ഈ ഒരു സമയം വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഈ സമയങ്ങളിലാണ് ഇവിടെ നല്ല ആക്റ്റീവ് ആകുക. പിന്നെ ഇവിടെ ഈ ഫുഡ് കോർട്ടിൻ്റെ പുറമെ പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പുറമെയുള്ള ഇവിടെ തായ് ലോക്കൽ ആൾക്കാർ വന്നിട്ട് ഒരു 3-4 ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പിന്നെ ഫുഡൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ബീഫ്, ചിക്കൻ ഈ സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ട്. രാത്രി 2-3 മണി വരെയൊക്കെ പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ ആളുണ്ട്. പിന്നെ ഫുഡ് കോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം വാങ്ങി അങ്ങ് കഴിച്ച് ഫുൾ ടൈം കഴിക്കരുത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ വളരെ സാവധാനം തിരഞ്ഞ് ഒരു പീസ് അല്ലെങ്കിൽ 2 പീസൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്യുക. ചിലത് കാണാൻ മാത്രമേ രസമുണ്ടാവും, ചിലത് കഴിക്കാനും നല്ല രസമുണ്ടാവും, കാണാനും രസമുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ വാങ്ങിയതിൻ്റെ ഫുൾ ടൈം അടിക്കുന്ന കാട്ടിൽ നല്ല കുറച്ച് ടേസ്റ്റ് ചെയ്യുക. ചെറിയ ചെറിയ പീസ് പിന്നെ 3-4 ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയാൽ മതി. എന്നിട്ട് ഒരു 4 പീസൊക്കെ ആക്കി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള മൊത്തം ഐറ്റംസ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വയറും ഫുള്ളാവും. പിന്നെ ഈ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ക്രാബി ആട്ടോ നല്ല സൈലൻ്റാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇരുന്ന് ആലോചിച്ച് നിൽക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനത്തെ ഏരിയ ഒന്നല്ല. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനും ഫുഡ് ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി മാത്രം വരുന്ന ഫുഡ് കോർട്ടിൻ്റെ ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇതല്ലാണ്ട് പുറമെ തന്നെയുള്ള മൊത്തം പിന്നെ എന്താ പറയുക, ഇതല്ലാണ്ട് ഇങ്ങനത്തെ അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള ഷോപ്പൊക്കെ ഏകദേശം അതിന് പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ജസ്റ്റ് നമ്മൾ വന്ന് കാണുക ചെറിയ ചെറിയ ഫുഡ് കോർണറാണ്. അവിടെ പോർക്ക്, സമൂസ, തായ് ഫുഡ് തന്നെയാണ് ഈ ഏരിയയിൽ അധികം ഉള്ളത്. ഫുഡിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരു
പിന്നെ വിലക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല റേറ്റാണ്. പക്ഷേ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിലയും പിന്നെ ഫുഡ് കോർട്ടും മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നല്ല മെച്ചപ്പെടും. നഷ്ടസാധ്യത വളരെ കുറവാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള മാതിരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് സമ്പാദിക്കുന്ന നാട്ടിൽ നല്ല ഇവിടെ വന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സമ്പാദിക്കുന്നതാണ്. കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ വിലയും പിന്നെ ഇതിന് മുമ്പോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിനകത്തുള്ള പല പ്രൈസ് ടാഗ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. പിന്നെ ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റൂല, പുറത്തുള്ള രാജ്യക്കാർക്ക് പറ്റൂല. ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റൂ. പിന്നെ വേണമെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് തുടങ്ങാം. പക്ഷേ പിറ്റേന്ന് രാവിലെ അവരെ എണീച്ചിട്ട് പറയാണ് ഇതൊക്കെ എൻ്റെതാണ് ഇനി വിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോരേണ്ടി വരും. ഞാനിവിടെ ഉള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പണിയെടുക്കുന്ന ബർമയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ വേറെ ആൾക്കാർ പുറമുള്ള രാജ്യത്തിലുള്ളവർ ഇവിടെ പേരിൽ തുടങ്ങിയിട്ട് കുറേ ആൾക്കാർക്ക് അവർ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ശ്രദ്ധിക്കണം, അവരുമായിട്ട് തെറ്റരുത്. പിന്നെ തെറ്റാണ്ട് പോവെങ്കിൽ പിന്നെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയാലൊക്കെ മതി നമ്മളെ ബിസിനസ്സും നമ്മുടെ പൈസയൊക്കെ നഷ്ടത്തിലാവാൻ. അപ്പോൾ അവർ പറയുന്നത് കേട്ട് അതേപോലെ അവർ പറയുന്നതൊക്കെ ചെയ്ത് നടക്കുന്നവർക്ക് ഇവിടെ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല വിശ്വസിക്കാൻ പറ്റിയ പിന്നെ നല്ല മനുഷ്യന്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഭാഗ്യവുമാണ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, ഒരു ബാർബർ ഷോപ്പാണ്. ഇവിടെ ഒരു മുടി വെട്ടണമെങ്കിൽ 500 ബാത്താണ്. നമ്മളെ നാട്ടിൽ 1250 രൂപയാണ് പിന്നെ ഇവിടുന്ന് മുടി വെട്ടണമെങ്കിൽ. അപ്പോൾ ഏകദേശം പിന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് എത്രത്തോളം ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ കയ്യിൽ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് തുടങ്ങിയോ, കാരണം വിജയിച്ചാൽ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നതാണല്ലോ. പിന്നെ ആകെ കയ്യിൽ കുറഞ്ഞ പൈസ ഉള്ളെങ്കിൽ അതൊന്നും വന്ന് ഇവിടെ തുടങ്ങുന്നത് റിസ്ക്കാണ്. കാരണം പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ പോകുമല്ലോ. പിന്നെ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ച. ഇന്നലെ രാത്രിയത്തെ അത്ര രസമൊന്നുമില്ലല്ലോ രാവിലെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ബീച്ചൊക്കെ രാവിലെ വരുന്ന കേട്ടോ നല്ല, രാത്രിയത്തെക്കാട്ടിലും രസവും പിന്നെ കടൽ കാണണമെങ്കിൽ രാവിലെയാണ്. പക്ഷേ ആൾക്കാരൊക്കെ എത്തുന്നേ ഉള്ളൂ. ഞാൻ അതിരാവിലെ എണീച്ച് പിന്നെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നതാണ്. ഇതാണ് ഔനാം ബീച്ചിൻ്റെ ഒരു ചെറിയ ഭാഗമാട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇതിങ്ങനെ വളരെ വലിയൊരു ബീച്ചാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ച എക്സ്ചേഞ്ചിലാണ് നല്ല റേറ്റ് കിട്ടുന്നത്. അവിടുന്ന് മാറുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചതിൽ വെച്ചിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് അവിടുന്ന് കിട്ടുന്നുണ്ട്. മാക്സിമം റേറ്റ് പോലും തരുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ കണ്ട അതേ ഏരിയ ആണ് ഇപ്പോൾ ഞാൻ രാവിലെ വീഡിയോയിൽ കാണിച്ചത്. പക്ഷേ ഒരുപാട് വ്യത്യാസമല്ലേ. ഇത് നമുക്ക് പോകാനുള്ള ടിക്കറ്റാണ്. നമ്മൾ ഇവിടുത്തെ കറക്കമൊക്കെ അവസാനിപ്പിച്ച് ഇനി നേരെ ക്രാബി ടൗണിൽ പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, ക്രാബി നൈറ്റ് മാർക്കറ്റ്. പൊളിയാണ് ബൈ, പൊളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ നൈറ്റ് മാർക്കറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പിന്നെ സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള വളരെ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ ബീച്ചിൻ്റെ ഏരിയ ഒക്കെ ഞാൻ കുറഞ്ഞ ഭാഗമേ വെച്ചുള്ളൂ, കാരണം ഏകദേശം ഒരേപോലെ തന്നെയാണ് കിലോമീറ്ററുകളോളം പോകുന്നത്. പിന്നെ ടൂറിസ്റ്റ് മില്യൺ കണക്കിന് ടൂറിസ്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഒരു സായിപ്പ് പറയുന്നത് കേട്ടാണ് 22 മില്യൺ ടൂറിസ്റ്റ് ഒരു വർഷം തായ്ലാൻഡിൽ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് പ്ലേസ് തായ്ലൻഡ് ആയിരിക്കും.